നമസ്കാരം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യ മാലിദ്വീപ് നയതന്ത്ര ബന്ധത്തിൽ ആദ്യമായി വിള്ളൽ വീഴുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വന്നതു മുതലാണ്. ചൈനയുടെ കയ്യിലെ കളിപ്പാവയാണ് മുഹമ്മദ് മൊയ്സു. ഇന്ത്യൻ സൈനികർക്ക് മാലിദ്വീപിൽ എന്തു കാര്യമെന്നും സൈനിക സാന്നിധ്യം മാലിദ്വീപിലെ ജനാധിപത്യത്തെ അപകടപ്പെടുത്തുന്നുമുള്ള ഒരു പ്രൊപ്പഗാൻഡ രാജ്യത്തുണ്ടാക്കിയാണ് മൊയ്സു അധികാരം പിടിച്ചെടുത്തത്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം, ശരിയാണ്, ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് എന്തിനാണ് മറ്റൊരു രാജ്യത്തിൻ്റെ സൈന്യമെന്ന്. എന്നാൽ മാലിദ്വീപിൽ എന്തിനാണ് ഇന്ത്യൻ സൈന്യമെന്നും എത്ര സൈനികരാണുള്ളത് എന്നും കേട്ടാൽ ഒരുപക്ഷെ എല്ലാവരും പൊട്ടിച്ചിരിച്ചേക്കും. മാലിദ്വീപിൽ ആകെയുള്ളത് 75 ഇന്ത്യൻ സൈനികരാണ്. അവർ എന്തിനാണ് എന്നല്ലേ? ഇന്ത്യയുടെ 2 ഹെലികോപ്റ്ററുകളും 1 ഡോണിയർ വിമാനവും മാലിദ്വീപിലുണ്ട്. ഈ 3 വിമാനങ്ങളുടെയും പറത്തൽ, അറ്റകുറ്റപ്പണി, എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിങ്ങനെയുള്ള തസ്തികകളിലേക്കാണ് ഈ 75 സൈനികർ. ഈ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് മെഡിക്കൽ എയർലിഫ്റ്റിന് വേണ്ടിയും രക്ഷാപ്രവർത്തനത്തിനും വേണ്ടിയുമൊക്കെയാണ്. പ്രകൃതിക്ഷോഭം അടക്കമുള്ള അടിയന്തര ഘട്ടങ്ങളിലും ഓടിയെത്തുന്നത് ഇന്ത്യയുടെ ഈ വിമാനങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വിമാനങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കുന്നത് മാലിദ്വീപ് പൗരന്മാരുടെ സുരക്ഷയ്ക്കും രക്ഷാപ്രവർത്തനത്തിനും വേണ്ടിയാണ്. മാത്രമല്ല, സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട റഡാർ അടക്കമുള്ള ചില ഉപകരണങ്ങളും ഇന്ത്യക്ക് മാലിദ്വീപിലുണ്ട്. ഇവ പരിപാലിക്കാനും പ്രവർത്തിപ്പിക്കാനുമാണ് 75 സൈനികർ അവിടെയുള്ളത്. അല്ലാതെ മാലി ഭരിക്കാനോ അടക്കി വാഴാനോ ജനാധിപത്യത്തിൽ ഇടപെടാനോ അല്ല. എന്തായാലും മാലിദ്വീപിൽ സേനാ സാന്നിധ്യം പൂർണ്ണമായും നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. മാലിദ്വീപിൽ നിന്നുള്ള സേനയെ പിൻവലിക്കുമെന്ന് ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യ മാലിദ്വീപ് കോർ ഗ്രൂപ്പ് യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ആദ്യ സംഘം മാർച്ച് 10 മാലിദ്വീപിൽ നിന്ന് പിന്മാറും. മെയ് 10 മാലിദ്വീപിൽ നിന്ന് പൂർണ്ണമായും ഇന്ത്യൻ സേന പിൻവാങ്ങുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. 3ാം കോർ ഗ്രൂപ്പ് യോഗം ഫെബ്രുവരിയിൽ മാലിദ്വീപിൽ വെച്ച് നടത്താനാണ് തീരുമാനം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപ് സർക്കാരിലെ 3 ഉപമന്ത്രിമാർ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തി പരാമർശം നടത്തിയതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. ന്യൂസ് ഡെസ്ക് RPTV.